ഹലോ ഗെയ്സ്, ഇന്ന് ചിങ്ങം 31 സംക്രമ ദിനമല്ലേ. അപ്പം നമ്മളെ നാട്ടിലെ ഒരു ആചാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലെല്ലാം ചിങ്ങം 1 മുതൽ ചിങ്ങം 31 വരെ പൂക്കൾ ഉണ്ടാക്കും. പൂക്കൾ നമ്മൾ പറയല് പൂവിടലെന്ന് പറയില്ലേ, അത് പൂജാമുറി, പടിയിൽ, വീടിൻ്റെ മുറ്റത്ത് അങ്ങനെയാണ് പൂവിടൽ. അത് ചിങ്ങം 1 മുതൽ 31 വരെ. 31-ന് സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പൂവിട്ടിട്ട് പടിയടയെല്ലാം ചുട്ടിട്ട് പൂവിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെയാണ് പൂവിടൽ നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ആചാരം നമ്മളെ കാസർഗോഡ് ജില്ലയിലുണ്ട്, വേറെ ഏതെല്ലാം നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ സാധാരണയായിട്ടുള്ളൊരു ആചാരമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെച്ചു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവച്ചു. ഇത് തുളസിക്കതിരെല്ലാം വെച്ച് ഇത് ചേമ്പിൻ്റെ ഇല മൂടിയിട്ടാണ് ഇങ്ങനെയാണ് വെള്ളം കൊണ്ടുവയ്ക്കുന്നത്. ചിങ്ങ വെള്ളം എന്ന് പറയുന്നതിന് പൂവിട്ടു. പടിയിലും ഇതുപോലെ കുറി വരച്ചിട്ട് അവിടെ ഇതേപോലെ പൂവിടണം. ഇതേപോലെ എല്ലാ പടിയിലും ചെയ്യണം. എത്ര പടിയുണ്ടോ ആ പടിയിലെല്ലാം ഇതേപോലെ കുറി വരച്ചിട്ട് അവിടെയെല്ലാം പൂവിടണം. മുറ്റത്ത് കൊണ്ടുപോയിട്ട് പൂവിട്ടു. ഇത് സംക്രമമായതുകൊണ്ടാണ് ഇന്ന് സന്ധ്യക്ക് പൂവിടുന്നത്. അല്ലെങ്കിൽ ബാക്കി ദിവസങ്ങളെല്ലാം രാവിലെ മാത്രമേ പൂവിടയുള്ളൂ. ഇത് ഇന്ന് രാത്രി സന്ധ്യയോടും കൂടിയിട്ട് പൂവിടുന്നത് നിർത്തി. ഇനി ഈ പൂവിട്ടടുത്തെല്ലാം പടിയട കൊണ്ടുപോയിട്ട് വെക്കണം. ഇത് പ്ലാവിൻ്റെ ഇലയിൽ തിരി കത്തിച്ചിട്ട് അതിൽ അട വെച്ചിട്ടാണ് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വെക്കേണ്ടത്. എത്ര പടിയിലുണ്ടോ ആ പടിയിലും പിന്നെ മുറ്റത്തും പൂജാമുറിയിലും എല്ലാം കൊണ്ടുപോയിട്ട് ഇതുപോലെ വെക്കണം. ഞാൻ എല്ലായിടത്തും അട കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട്. ഇത് ഉപ്പും പഞ്ചസാരയും തേങ്ങയൊന്നും ചേർക്കാത്ത അടയാണ്. ഈ അട ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എടുത്തിട്ട് തിന്നാം കേട്ടോ. ആ അട തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഉപ്പും മധുരമൊന്നും ചേർക്കുന്നില്ല, എന്നാലത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ആ അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അട ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പ് ചേർക്കാതെ ടൈറ്റായിട്ട് അരച്ചെടുത്ത അരിമാവ്. ഇത് പ്ലാവിൻ്റെ ഇലയിൽ അട പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. പ്ലാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. പ്ലാവിൻ്റെ ഇലയിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കിയെടുക്കണം. ഇതിലൊന്നും ചേർക്കാൻ പാടില്ല. ഉപ്പ്, വെല്ലം, പഞ്ചസാര, തേങ്ങ ഒന്നും ചേർക്കാൻ പാടില്ല. വെറും അരി മാത്രം അരച്ചെടുത്തിട്ടുള്ളത്. ഇത് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലത്രയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. 5 അട ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ ഓടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയെല്ലാം കളയണം. ഇതുപോലെ പൂജാമുറിയിലും പടിയിലും മുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ മോൻ പോയിട്ട് അട എടുത്തിട്ട് തിന്നുന്നുണ്ട്. നമ്മളെല്ലാവരും തിന്നു കേട്ടോ. ഇന്ന് എല്ലാ വീട്ടിലും അടയുണ്ടാവും. പടിയടാക്കുന്ന സമയത്ത് നമ്മൾ വെല്ലും തേങ്ങയിലിട്ട് സാധാരണ അട മഞ്ഞളിൻ്റെ ഇലയിൽ അല്ലെങ്കിൽ സാധാരണ വാഴ ഇലയിലോ എല്ലാ വീട്ടിലും അടയുണ്ടാക്കും. നമ്മളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ ചിങ്ങം 31 സംക്രമ ദിനത്തിലെ ആചാരം. നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ ആചാരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.